ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഓണമൊക്കെ ഇങ്ങനെ വരവായില്ലേ. അപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. കുറച്ച് നമ്മൾ എന്നും വീടൊക്കെ വൃത്തിയാക്കിയിട്ടാലും നമുക്ക് എന്നാലും വല്ല വിശേഷങ്ങളോ ഓണം വിഷു ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വൃത്തിയാക്കലും പരിപാടിയൊക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഇതായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന്. കുറച്ച് ക്ലീനിങ്ങും പരിപാടി. ക്ലീനിങ് നമുക്ക് ഒരുപാടൊന്നും ക്ലീൻ ചെയ്യാനൊന്നുമില്ല, വലിയ വീടൊന്നും അല്ലല്ലോ. ഒരു 2 റൂമും ഒരു കിച്ചണും കുറച്ച് പരിസരം എന്ന് പറയാനൊരു ഇച്ചിരി സ്ഥലം അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. വെയിലൊന്ന് കാണിച്ചായിരുന്നു, അത് വീണ്ടും പിന്നെയും മഴക്കോളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ തുണി അലക്കാനായിട്ട് വാഷിംഗ് മെഷീനിലിട്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ തുണി അലക്കി ഒന്ന് മേളിൽ കൊണ്ടുവന്ന് വിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, വെയിലിന്നൊന്ന് കാണുന്നുണ്ട്, എപ്പം മഴ പെയ്യുമെന്നൊന്നും അറിയത്തില്ല. അതിനായിട്ട് ഞാൻ തുണിയെല്ലാം കഴുകി മൊത്തം തുണിയുമായിട്ട് ഞാൻ മുകളിൽ ടെറസിൽ വന്നേ. അപ്പോൾ എൻ്റെ കൂടെ ദേവൂട്ടനും കയറി വന്നു. അങ്ങനെ ഞങ്ങൾ തുണിയൊക്കെ വിരിച്ചുകൊണ്ട് നിൽക്കുക. കാരണം എപ്പം മഴ വരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇപ്പം മഴ സീസണായ പിന്നെ ആദ്യം തന്നെ തുണി അങ്ങ് അലക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് തോർന്ന് കിട്ടണമല്ലോ. എത്ര മെഷീനിൽ നമ്മളിട്ട് സ്പിൻ ചെയ്തൊക്കെ എടുത്തെന്ന് പറഞ്ഞാലും ഒന്ന് വെയിലടിച്ചില്ലെങ്കിലൊരു ഒന്ന് ചൂടടിച്ച് നന്നായിട്ടൊന്ന് ഉണങ്ങിയില്ലെങ്കിലൊരു സുഖമില്ല. എന്താ ഒരു വല്ലാത്ത സ്മെല്ല് വരും. എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ എൻ്റെ പണിയിൽ രാവിലെ കാപ്പി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫസ്റ്റിലെ അങ്ങ് തുണി അലക്കി ഇടും കേട്ടോ. അപ്പോൾ എന്നും ഒന്നും അലക്കത്തില്ല. ഇപ്പോൾ എന്നുമെന്ന് പറഞ്ഞാൽ മെഷീനിൽ എന്നും ഇട്ടൊന്നും അലക്കത്തില്ല. കുറച്ചൊക്കെ ചെറിയ തുണികളൊക്കെ ഞാനങ്ങ് അല്ലാതെ തന്നെ കഴുകി ഇടും ഡെയിലി. ഇന്നപ്പോൾ നമ്മൾ ഷീറ്റും എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെയൊക്കെ 2 ദിവസം കൂടുമ്പോഴൊക്കെ ഷീറ്റ് കഴുകുന്നതായിരുന്നു. ഇപ്പം മഴയായതിന് ശേഷം ഒരാഴ്ചയിലോട്ടൊക്കെ മാറിയിട്ടുണ്ട്. കാരണം വെയിലില്ലല്ലോ. അത് കാരണം മഴ എപ്പോഴാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തുമില്ല. അതുമല്ല, നമുക്ക് മഴയാണെങ്കിലും ഇടാനൊന്നും അത്ര വലിയ സൗകര്യങ്ങളൊന്നുമില്ലല്ലോ. ഞാനാണെങ്കിൽ ഈ മഴയത്തെല്ലാം റൂമിൽ തന്നെയാണ്. അയയൊക്കെ വലിച്ചു കെട്ടി, കയറൊക്കെ വലിച്ചു കെട്ടി തുണി രാത്രി ഇടും, പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്ക് അഴിച്ചു മാറ്റും. ഇതേ അവസ്ഥയായിരുന്നു. അപ്പോൾ തുണിയൊക്കെ ഇളക്കി വിരിച്ചതിന് ശേഷം ഞാൻ താഴെ വന്നു. പിന്നെ ഇനിയിപ്പോൾ ക്ലീനിങ് പരിപാടിയിലോട്ട് പോവുക കേട്ടോ. അപ്പം കുറച്ച് കറിയൊക്കെ ഇരിപ്പുണ്ട്. ഇനി ചോറ് അരി അടപ്പിടണം. അപ്പം എന്താകും ഇന്നത്തെ അവസ്ഥ? ഇപ്പം തന്നെ മണി 12:30 അപ്പം മുകളിൽ ഇരുന്ന സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് താഴെ വെച്ച് കേട്ടോ. നമ്മൾ റോഡ് സൈഡിലായതുകൊണ്ട് എപ്പോഴും പൊടിയാണേ. ഇപ്പം നമ്മൾ 2 ദിവസം കൂടുമ്പം ചുക്കിലിയും എല്ലാം അടിച്ചാലും വീണ്ടും പൊടിയും ചുക്കിലിയൊക്കെ വരും. അപ്പോൾ ഈ ടി വിയുടെ ഫ്രണ്ടിലുള്ള സംഭവമൊക്കെ എന്തായാലും നമ്മൾ 2 ദിവസം കൂടുമ്പോഴൊന്നും എടുത്ത് തുടയ്ക്കാറൊന്നുമില്ല കേട്ടോ. ഉള്ളത് പറയാമല്ലോ. അത് 2 ആഴ്ച കൂടുമ്പോഴോ ഒക്കെയാണ് തുടയ്ക്കാറൊക്കെ ഉള്ളത്. അങ്ങനെ എല്ലാ സംഭവങ്ങളും തുടച്ചൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു ബോട്ട് അത് തുടച്ച് വെക്കാൻ മറന്നുപോയി. ലാസ്റ്റ് അതും തുടച്ച് വെച്ച് ചുക്കിലിയെല്ലാം അടിച്ചു കേട്ടോ. ഒരു സൈഡിലെ ചുക്കിലി അതെല്ലാം അടിച്ചു. പിന്നെ വന്നിട്ട് നമ്മുടെ അടുക്കള കഴിഞ്ഞിട്ട് കുറച്ച് സ്ഥലമുണ്ട്. കുറച്ച് എന്താ പറയുന്നത്, അലക്കാനും അതിനൊക്കെ ആയിട്ട് കുറച്ചൊരു ഏരിയയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അപ്പം നമ്മുടെ അകത്തെ റൂമിൻ്റെ ജനൽ അങ്ങോട്ട്, അപ്പം അവിടെയൊക്കെ ഒന്ന് തുടച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി അതിന് ശേഷം വീണ്ടും വന്ന് അടുത്തിടം ക്ലീനാക്കാൻ തുടങ്ങി. ഇപ്പം നമ്മൾ ടി വിയുടെ ഫ്രണ്ട് മാത്രമേ ഒന്ന് ക്ലീൻ ചെയ്തുള്ളൂ. ടി വിയുടെ ഫ്രണ്ടും ഇപ്പുറത്തെ സൈഡിലായിട്ടൊന്ന് ക്ലീൻ ചെയ്തുള്ളൂ. ഇനിയിപ്പോൾ ഇവിടുത്തെ ക്ലീനിങ് ആണേ. അപ്പോൾ ഈ ജനൽ ആകെ ഈ ഒരു പാളി മാത്രമേ തുറന്നിടാറുള്ളൂ. കാരണം പൊടി അടിച്ച് കയറുന്നത് കാരണം. ഇത് പിന്നെ അങ്ങനെ അടയ്ക്കാറുമില്ല. രാത്രിയാണേലും അടയ്ക്കാറില്ല. കാരണം അടച്ചു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ഇരിക്കാൻ ഭയങ്കര ചൂടായിരിക്കുമേ. മഴയാകുമ്പം കുഴപ്പമില്ല. അല്ലാതെ മഴയില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഭയങ്കര പാടായിരിക്കാൻ. അത് കാരണം ഒരു പാളി എപ്പോഴും തുറന്നിടും. അപ്പം ബാക്കി 2 പാളിയൊന്നും അങ്ങനെ 2, 3 പാളി തുറക്കാറില്ല. അപ്പം അതൊക്കെ തുറന്ന് ഒന്ന് നന്നായിട്ടൊന്ന് ചുക്കിലിയൊക്കെ അടിച്ചൊന്ന് ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഈ തൂക്കുന്ന ചൂലുണ്ടല്ലോ, ഈ ചുക്കിലി അടിക്കുന്നത് ഇതുവഴി കൊണ്ടുപോയതാണ്. കണ്ടപ്പോൾ എനിക്കിഷ്ടം തോന്നി. കാരണം ഞാൻ നേരത്തെ അടിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരിതാണ്. പക്ഷേ അതിന് അത്രയും നീളവും ഇല്ല, നന്നായിട്ട് പോകത്തും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. പക്ഷേ ഈ ചൂല് നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ. കണ്ടപ്പം ഞാൻ മേടിച്ചതാണ്. അപ്പം ചൂല് വെച്ചടിച്ചിട്ട് പോകാത്ത പൊടികളൊക്കെ ഞാൻ ആ ജനലിൻ്റെ ഇടയിലേക്ക് നമ്മുടെ ഈ പെയിൻ്റ് അടിക്കുന്ന ബ്രഷ് കൊണ്ടൊക്കെ നന്നായിട്ട് ഇത് ചെയ്ത് കളഞ്ഞു. പിന്നെ ഞാൻ നേരെ പുറത്തിറങ്ങി.
റോഡിലിറങ്ങി അപ്പുറത്തെ സൈഡിലെ പൊടിയൊക്കെ അടിച്ച് തൂത്തുവാരി ബ്രഷൊക്കെ ഇട്ട് നന്നായിട്ട് കളഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇനിയിപ്പോൾ പുറത്തിറങ്ങി ആ ജനലൊക്കെ ഒന്ന് തുടയ്ക്കണം, ജനലും കമ്പിയൊക്കെ. കാരണം അത് നമ്മൾ എപ്പോഴും പൊടി അടിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒന്ന് തുടച്ചിട്ടതാണ്. അപ്പോൾ പെയിൻ്റൊക്കെ പോയി കേട്ടോ. നമ്മൾ വന്നപ്പം കുറച്ച് നല്ല ഇതായിട്ടൊക്കെ ഇരുന്നു. ഇപ്പം നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴൊക്കെ കുഞ്ഞുള്ളതല്ലേ, കട്ടിലേ കിടക്കുമ്പോഴൊക്കെ കാല് പൊക്കി വയ്ക്കുകയും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ കുറച്ച് ഒരിത്. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, നമുക്ക് ഓണത്തിന് ഓണം ആകുമ്പോഴത്തേക്ക് കുറച്ച് പെയിൻറ്റ് മേടിച്ചടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും നമുക്ക് പറ്റുന്ന സാഹചര്യമല്ല. പറ്റുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ സമയവും ഇല്ല, ചെയ്യാനൊട്ട് അപ്പൂസിനും സമയമില്ല. അതൊക്കെയായിരുന്നു. ഞാൻ മുമ്പേ ആയിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തേനെ. പക്ഷേ നമുക്ക് ഈ പൊക്കമില്ലാത്തത് കൊണ്ട് അതും വലിയൊരു വിഷയമാണല്ലോ. ഇപ്പം തന്നെ ആ ജനൽ തുടയ്ക്കാൻ കിടന്ന പാട് എനിക്കറിയാം. കുത്തി അതൊരു എനിക്കത് പറയുമ്പോൾ ചിരി വരും കേട്ടോ. എൻ്റെ കെട്ടിയവൻ എപ്പോഴും പറയും നീളവും ഇല്ല. ഞാൻ എന്തിനും അവരെയാണല്ലോ വിളിക്കുന്നത്. മേളിലൊക്കെ സാധനങ്ങൾ വയ്ക്കുമ്പോഴൊക്കെ ഇങ്ങനെ വിളിക്കും. അല്ലാതെ നമുക്ക് സ്റ്റൂളിട്ടൊക്കെ എടുക്കാം. ഇപ്പം അവരുള്ളപ്പം അവരെ വിളിക്കും, മോനെയോ അപ്പൂസിനെയോ വിളിച്ചെടുപ്പിക്കും. നന്നായിട്ട് പൊടി കഴുകുന്നുണ്ട്. പക്ഷേ ഇനി ഇതിൻ്റെ പേരിൽ 2 ദിവസം കിടക്കുമോയെന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം എനിക്ക് ഈ അലർജി ഉള്ളതാണ്, ഈ പൊടി അടിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുള്ള. പക്ഷേ എന്തോ ഈ പ്രാവശ്യം അത്ര തൂത്തിട്ടൊന്നും എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. അല്ലെങ്കിൽ അങ്ങോട്ട് ചൂലെടുത്ത് ഈ ചുക്കിലി എന്ന് പറയുന്ന സംഭവം അടിക്കാൻ വരുമ്പം തൊട്ടേ തുമ്മലും ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ തോന്നാറുണ്ടായിരുന്നു. ഇപ്രാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ തൂത്തൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഒരു തുണിക്കകത്തിട്ട് കുറച്ച് വെള്ളം മുക്കി തുടച്ച് കേട്ടോ. ആ ജനലിൻ്റെ കമ്പികളും ജനലും എല്ലാം തുടച്ചു. അതിന് ശേഷം നമ്മൾ നേരെ അടുക്കളയിലോട്ട് വന്നു കേട്ടോ. അടുക്കളയിലോട്ട് വന്നിട്ട് നമ്മൾ ആ കപ്പൊക്കെ ഇട്ട് വെക്കുന്ന സ്റ്റാൻഡൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. അത് പിന്നെ വല്ലപ്പോഴും എടുത്ത് കഴുകുന്നതാണ്. കാരണം ആഴ്ചയിലൊരു വട്ടമൊക്കെ ഞാൻ ആ സ്റ്റാൻഡും കപ്പുകളും എല്ലാ കപ്പും ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ, എടുത്ത് കഴുകാറില്ല. അടുക്കളയിൽ പിന്നെ വലിയ പണിയായിട്ടൊന്നുമില്ല. കാരണം പൊടികളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ടിന്നുകളാണെങ്കിലും പൊടികൾ ഒരു ട്രിപ്പ് ഇട്ട് തീരുമ്പോഴത്തേക്ക് ഞാൻ കാലിയാവുമ്പം ഞാനത് കഴുകിക്കൊണ്ടുവന്ന് ഉണക്കി വെക്കുന്നതാണ്. ഞാൻ എല്ലാ ബോട്ടിലുകളും ഒന്നിച്ച് കഴുകാനായിട്ട് നിൽക്കാറില്ല. അങ്ങനെ കഴുകുന്ന സമയമുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ എന്താ പറയുന്നത്, നമ്മൾ ഈ മഴയൊക്കെ ആയിക്കഴിഞ്ഞാലുള്ള അവസ്ഥ അതായതുകൊണ്ട് എനിക്കത് അങ്ങനെ ഞാൻ അന്നേരം ഉപയോഗിക്കുന്നതെല്ലാം ആ ഒരു ട്രിപ്പ് ഇടുമ്പം തന്നെ ഞാൻ കഴുകി ഫാനിൻ്റെ ചുവട്ടിൽ വെച്ച് ഉണക്കിയെടുക്കും. എന്നിട്ട് വെയിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് ചൂടടിപ്പിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുക്കളയിലെ ടിന്നിൻ്റെ പരിപാടിയും എന്താ പറയുന്നത് പൊടികളിരിക്കുന്ന ആ തട്ടിലോട്ടൊന്നും വലിയ ക്ലീനിങ്ങിന് പോകേണ്ട കാര്യമില്ല കേട്ടോ. അവിടെയൊക്കെ ഞാൻ ആഴ്ചയിലൊക്കെ അതെല്ലാം എടുത്ത് മാറ്റി ക്ലീൻ ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ കപ്പൊക്കെ ഇടുന്ന ഈ സ്റ്റാൻഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തേ ഞാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് അങ്ങോട്ട് വെച്ച് കപ്പൊക്കെ കഴുകി ബേസിനിലാക്കി കമത്തിയിട്ട് എന്നിട്ട് ഞാൻ ആ ജനലൊക്കെ തുറന്നു. നമ്മൾ ഈ ജനൽ അങ്ങനെ അപൂർവമാണ് തുറക്കാറില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, തുണി അലക്കാനൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലം അപ്പുറത്തോട്ടുണ്ടെന്ന്. അപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ എന്താ പറയുക ഗട്ടറെന്ന് പറഞ്ഞാൽ അങ്ങനെ ഓപ്പണായിട്ടുള്ളതല്ല, മൂടി. പിന്നെ കൊതുക് ശല്യമൊക്കെ ഭയങ്കര. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആ സൈഡിൽ ജനലങ്ങനെ തുറക്കാറില്ല. അടുക്കളയിലെ വാതിൽ മാത്രമേ അങ്ങനെ തുറന്നിടാറുള്ളൂ. അപ്പം ജനലൊക്കെ ഒന്ന് തുറന്ന് ഒന്ന് നന്നായിട്ട് അടിച്ച് വാരിയിട്ട് അതും ഞാൻ നനഞ്ഞ തുണി കൊണ്ടൊക്കെ തുടച്ചു കേട്ടോ. ജനലൊക്കെ തുടച്ചു അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തേ. പിന്നെ ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഈ അടുക്കളയിൽ തന്നെ ഇനി എനിക്കെൻ്റെ മിക്സി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. മിക്സി ക്ലീൻ കഴിഞ്ഞ ദിവസം ചെയ്ത് വെച്ചതാണ്. ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ ചെയ്യുന്നാലും അഴുക്കും ഈ നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ അതിൽ പറ്റുകയും അങ്ങനെയൊക്കെ വരും. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഗ്ലാസ്സിനകത്തായിട്ട് വെള്ളം പിടിച്ചിട്ട് ആദ്യം മണി പ്ലാന്റ് ഇട്ട് വെച്ചായിരുന്നു കേട്ടോ. അതെന്നിട്ട് ഈ പ്ലാസ്റ്റിക് ഇതുപോലത്തെ ആ ഡപ്പയിലിട്ടായിരുന്നു ആ ജനലയിൽ ഞാൻ തൂക്കിയിരുന്നു. അപ്പോൾ 2 ഇടത്തും ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തൊരു കുപ്പിക്കകത്തും ഇട്ട് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ നേരത്തെ താമസിച്ചിടത്തൊക്കെ ഇങ്ങനെ കൊണ്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ ഇങ്ങനെ ചീഞ്ഞ് പന്നലായി പോകുമായിരുന്നു. ഇതിൽ വെറും 2 ഇലയുള്ളൊരു തണ്ട് ഞാൻ കൊണ്ട് വെച്ചതാണ് കേട്ടോ. അതിൽ നിന്ന് ഇത്രയായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമൊക്കെ. എനിക്ക് ചെടികളും ഇതുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമുക്ക് ചെടികളൊന്നും വെക്കാൻ പറ്റില്ലല്ലോ. കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ പോകുന്നിടത്തൊക്കെ ഇങ്ങനെ അത് എടുത്തുകൊണ്ട് പോകേണ്ട ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ചെടികളൊക്കെ വെക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട്. അങ്ങനെ ജനലയിലൊക്കെ തൂക്കിയിട്ടിരുന്ന സാധനങ്ങളൊക്കെയും എടുത്ത് മാറ്റിയിട്ടായിരുന്നു നമ്മൾ തൂത്ത് തുടച്ച്
വീണ്ടും നമ്മൾ അതൊക്കെ കിടന്ന സ്ഥാനത്ത് തന്നെ ആയിട്ട് തൂക്കിയിട്ട് കേട്ടോ. പിന്നെ ആ പാതകം അവിടെയൊക്കെ ഒന്ന് തുടച്ച് വെള്ളമൊക്കെ ഒഴിച്ച് തുടച്ച്, ഇതൊക്കെ വലിയ കാര്യമായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇതൊക്കെ നമ്മൾ മിക്ക 2 ദിവസം കൂടുമ്പോഴും ഒരു ദിവസം നമ്മൾ പാചകം ചെയ്ത് എന്തെങ്കിലും ആവുമ്പോഴും ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് വലിയ ക്ലീനിങ് ഒന്നും ആക്കണ്ട. അതിന് ശേഷം ഞാൻ മിക്സിയൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ചെടുത്ത് കേട്ടോ. തുടച്ചൊക്കെ എടുത്ത് അപ്പോഴത്തേക്കും ഞാനൊരു വഴിയായി. അപ്പോഴത്തേക്കും ഉച്ച സമയം അപ്പൂസ് വന്നുണ്ട്. ഞാൻ ചോറൊക്കെ അതിനിടയ്ക്ക് വെച്ച് അതൊന്നും കാണിച്ചില്ല കേട്ടോ. കറികളൊക്കെ വെച്ചതൊന്നും കാണിച്ചില്ല. അപ്പോൾ അവരൊക്കെ ഉണ്ടിട്ട് പോയതിന് ശേഷം എൻ്റെ സോറി, എൻ്റെ കുഞ്ഞു മോൻ കിടന്നുറങ്ങി കേട്ടോ. പാവം, അവനും കിടന്നുറങ്ങി. പിന്നെ ഞാൻ ഓർത്ത് ഇനിയും ക്ലീനിങ് പരിപാടിക്കൊന്നും പോകണ്ട, കാരണം ഇനിയും പൊടിയൊക്കെ അടിച്ച് അങ്ങനെ അന്നത്തെ ദിവസത്തെ ക്ലീനിങ് പരിപാടി അവിടെ അങ്ങ് നിർത്തി കേട്ടോ. അപ്പോൾ ഇത് 2 ദിവസമായിട്ടുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. 2 ദിവസത്തെ, ഇതിപ്പോൾ പിറ്റേ ദിവസത്തെയാണ്. അതായത് ഒരു സൈഡ് മാത്രമേ ഞാൻ ക്ലീൻ ചെയ്തോളാം. അകത്തെ മുറിയൊക്കെ ഏകദേശം ഞാൻ അന്ന് തന്നെ അടുക്കി പെറുക്കിയൊക്കെ വെച്ചു കേട്ടോ. അവിടെ വലിയ പണിയൊന്നുമില്ല അകത്തെ റൂമിൽ. നമ്മുടെ ഈ ഹാളിലായിട്ടാണ് കുറച്ച് പരിപാടികൾ. അപ്പം പിറ്റേ ദിവസം ഞാൻ അപ്പുറത്തെ സൈഡും കർട്ടനൊക്കെ ഊരി മാറ്റി ഒന്ന് അടിച്ച് വാരിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടെയൊക്കെ തുറക്കാതെ ഈ സൈഡൊന്നും നമ്മളങ്ങനെ തുറക്കാറില്ല ജനൽ കേട്ടോ. ഞാൻ അപ്പുറത്തെ സൈഡിൽ ആ ഒരു പാളി മാത്രമേ അങ്ങനെ തുറക്കാറുള്ളൂ. ഈ സൈഡ് ഞാനിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൈഡ് അങ്ങനെ തുറക്കാറേ ഇല്ല. കാരണം അതിൻ്റെ അപ്പുറത്തായിട്ട് ബാത്റൂമൊക്കെയാണ്. അവിടെയൊക്കെ നന്നായിട്ട് കൊതുശല്യമൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനങ്ങനെ തുറക്കാറില്ല. ഇതുപോലെ ക്ലീൻ ചെയ്യണമെങ്കിൽ മാത്രമേ തുറക്കാറുള്ളൂ. അപ്പോൾ ആദ്യത്തെ കഴിഞ്ഞൊരു ട്രിപ്പ് ഞാൻ ക്ലീൻ ചെയ്യാൻ തുറന്നപ്പോഴേ ജനലിൻ്റെ ഒരു പാളി ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒരു വിധത്തിലാണ് വലിച്ച് അടച്ചത്. അപ്പോൾ അത് ഈ പ്രാവശ്യം തുറക്കാൻ നോക്കിയിട്ട് ഒരു വിധത്തിലും പറ്റുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ കുറേയൊക്കെ തള്ളി നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല. പിന്നെ ഞാൻ ഓർത്തു അത് തുറക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ അടിച്ചു. ഒരു പാളി മാത്രം തുറന്നിട്ടിട്ട് അതൊക്കെ അടിച്ച് വാരി തുറന്നിങ്ങനെ ഇട്ടു. പിന്നെ ഞാൻ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. നമ്മുടെ പുറത്ത് കുറച്ച് സ്ഥലമുണ്ടല്ലോ, അവിടെ ഇറങ്ങി അവിടെയുള്ള ചുക്കിലെല്ലാം അടിച്ചു. അവിടെ എല്ലാം നന്നായിട്ടൊന്ന് ഇത് ചെയ്തു കേട്ടോ. ഇതെനിക്ക് ഈ ചൂല് മേടിച്ചാൽ നന്നായിട്ട് ഉപകാരപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ ഈ പുറത്തൊക്കെ അടിക്കാൻ വേണ്ടിയുള്ള നീളം ഉണ്ട് ഇതിന് കേട്ടോ. മറ്റേ മുമ്പ് ഞാൻ അടിച്ചുകൊണ്ടിരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ അതിന് അത്ര നീളം പോരായിരുന്നു. അപ്പോൾ പുറത്തൊക്കെ ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് അവിടെയൊക്കെ ഒന്ന് ഇതാക്കിയതിന് ശേഷം ഞാൻ വന്ന് ഫാനൊന്ന് ക്ലീൻ ചെയ്യാൻ. അത് പിന്നെ 2 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ബ്രഷിട്ട് ക്ലീൻ ആക്കിക്കൊണ്ടേയിരിക്കണം. കാരണം പൊടിയെല്ലാം വലിച്ചെടുക്കുമല്ലോ ഫാൻ ഓണാക്കുമ്പം. അതും പോരാത്തതിന് തുരുമ്പുമായി തുടങ്ങി കേട്ടോ. തുരുമ്പ് കാരണം നമ്മുടെ ഇവിടെ ഈ സ്ഥലത്ത് എന്ത് വെച്ചാലും തുരുമ്പാവും. കാരണം ഇവിടെ ഈ സൈഡിലോട്ട് അങ്ങനെയാണ്. വണ്ടികളാണേലും ഒക്കെ ആണേലും പെട്ടെന്ന് തുരുമ്പ് പിടിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ഉരച്ച് കഴിഞ്ഞ ഒരു ദിവസം ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ ഈ ഫാനൊക്കെ മൊത്തം അഴിച്ചിട്ട് ഞാൻ കഴുകി അതിൻ്റെ ഇതെല്ലാം കഴുകി കൊണ്ടൊക്കെ വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തതാണ്. അപ്പം ഫാനിൻ്റെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമൊക്കെ ഒന്ന് തൂത്തിട്ട് എന്നിട്ട് പുറത്ത് എനിക്ക് എന്താ പറയുക, ഇനി ഈ കതക് ഒന്ന് തുടച്ചെടുക്കണം. പുറത്തൊക്കെ പിന്നെ തൂത്തിട്ടും ഒന്നും ശരിയാവുന്നില്ല കേട്ടോ. നമ്മൾ തുടക്കം ഇട്ട് കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും പൊടികളും ഇതുമൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ ഇത് കൊണ്ടുവന്ന് കതകൊക്കെ ഒന്ന് തുടച്ച് എനിക്ക് എത്തുന്ന രീതിയിലൊക്കെ നന്നായിട്ട് തുടച്ചെടുത്ത് കേട്ടോ. പക്ഷേ എന്നും ഓണവും വിഷുവൊക്കെ വരുമ്പോൾ അപ്പൂസും കൂടുന്നതാണ്. പിന്നെ അപ്പൂസും കൂടും. എന്നോട് ഇപ്പോഴും പറഞ്ഞാൽ നമുക്ക് 2 ദിവസം കൂടെ കഴിഞ്ഞ് ചെയ്യാം, ഞാനും കൂടെ വരാമെന്ന്. പക്ഷേ ഞാൻ ഓർത്ത് വേണ്ട, നമ്മളെന്തായാലും ഇരിക്കുമല്ലേ, അങ്ങ് ചെയ്യാം. കാരണം ജോലിയും കഴിഞ്ഞിട്ട് വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്നാലും അവർക്കുള്ള പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഫാനൊന്നും തുടച്ചിട്ടില്ല. അപ്പോൾ കതകൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ വിളക്ക് കത്തിക്കുന്ന ആ സൈഡിലോട്ട് വന്നു. നമ്മൾ ഈ ഹാളിൽ തന്നെയാണ് വിളക്കൊക്കെ കത്തിക്കുന്നത്. നമുക്ക് വേറെ സ്ഥലമില്ലല്ലോ. ഫ്രിഡ്ജും നമുക്ക് അടുക്കള വെക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഈ പുറത്തിറക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു മിഷ്യനും ഉണ്ട് കേട്ടോ. മിഷ്യൻ കണ്ടുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ വലിയ തയ്യൽക്കാരിയാണെന്നൊന്നും ചിന്തിക്കേണ്ട. എനിക്ക് തയ്ച്ച് പഠിക്കുന്നെന്ന് പറഞ്ഞ് എൻ്റെ അമ്മായിമ്മ മേടിച്ചുകൊണ്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ തയ്ക്കാറ് നമുക്ക് പുതിയ തുണികളൊക്കെ മേടിക്കുമ്പോഴും ഒക്കെ ഞാൻ അടിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ മെനക്കെട്ടിരുന്ന തയ്ച്ച് പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ സമയം കിട്ടാറില്ല. രാവിലെ വീട്ടിലെ പരിപാടി ഇതൊക്കെ ഇങ്ങനെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരവസ്ഥയാവും. പിന്നെ അങ്ങ് മടിക്കും, നാളെ ആട്ടെന്ന് വിചാരിക്കും. അങ്ങനെ നാളെ നീളയായി. അങ്ങനെ മെഷീനൊക്കെ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി തൂത്ത് എല്ലായിടവും ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഇനി ഞാൻ തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം പൊടികളൊക്കെ കിടക്കുമല്ലേ. അങ്ങനെ അവിടെ എല്ലാം ഒന്ന് തുടച്ച് സാധനങ്ങൾ പെറുക്കി വെക്കുന്നതിനനുസരിച്ച് അവിടെ ഇവിടെയും കാണും. കാരണം എൻ്റെ കുഞ്ഞു കുരുപ്പ് ഭയങ്കര അവിടെ ഇവിടെയും കൊണ്ട് പെറുക്കി വെക്കുന്ന എല്ലാം പെറുക്കി നിരത്തും കേട്ടോ. അപ്പോൾ അവൻ അവിടെ കിടപ്പുണ്ട്. അങ്ങനെ ഏകദേശം നമ്മുടെ വീഡിയോ ഒക്കെ
ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ തുണിയൊക്കെ കഴുകി ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് മേളിൽ വന്ന് കേട്ടോ. തലയെണ്ണയൊക്കെ പെറുക്കിയിട്ട് വെയിലൊക്കെ കൊള്ളിച്ചു. അതിന് ശേഷം അപ്പനും കൂടെ വന്ന് ഇതെല്ലാം പെറുക്കിക്കൊണ്ട് താഴെ പോയി.